ഹായ്, അധിക സമയമൊന്നും എടുക്കാതെ നമ്മുടെ ഉച്ചയൂണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇത്. എൻ്റെ നാട്ടിൽ ഇതിൻ്റെ മോരുകറി എന്ന് പറയും. നിങ്ങളെന്താ പറയുന്നതെന്ന് താഴെ കമൻറ്റ് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരവേ തേങ്ങയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് 4-5 ചെറിയ ഉള്ളിയും 2ആയിട്ട് കീറിയ 4 ചെറിയ പച്ചമുളകും, അതിൻ്റെ വിത്ത് വേണ്ട കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ അതെ ജീരകവും. ഇതൊരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. പിന്നെ അവസാനമായിട്ട് നല്ലൊരു കട്ടത്തൈര് കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ പുളിയില്ലാത്ത നല്ലൊരു കട്ടത്തൈര് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു പോർഷൻ ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മിക്സിയുടെ ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചമ്മന്തി പരുവത്തിൽ കിട്ടുമേ. ഇനി നമുക്ക് ബാക്കി പോർഷൻ തൈര് കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. തൈര് നന്നായി ഉടഞ്ഞു വന്ന് ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി അവസാനത്തെ പോർഷൻ തൈര് കൂടി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. നിങ്ങൾക്ക് ഇനിയും നല്ലൊരു വെണ്ണ പോലെ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിതിൽ നിർത്തുവാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ പാൻ അടുപ്പത്ത് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. സംഭവം തൈരാണ്, പിരിഞ്ഞു പോകാതെ വേണം. നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാനിത് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് തിളച്ച് പിരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി. ചൂടായി വന്നപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിടണം. കടുകിൻ്റെ കൂടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും വറ്റൽമുളക് കീറിയിട്ടതും കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകമാണോ നോക്കി അതും ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ റെസിപ്പി? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.